പ്രഭാത വന്ദനങ്ങൾ. ഒരിക്കൽ ഒരു മനുഷ്യൻ തൻ്റെ തലമുടിയും താടിയുമൊക്കെ കട്ട് ചെയ്ത് ഒന്ന് പ്രോപ്പർ ആക്കാനായിട്ട് മുടി മുറിക്കുന്ന ഒരു ബാർബർ ഷോപ്പിലേക്ക് പോയി. അങ്ങനെ ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സാധാരണ ബാർബർ ഷോപ്പുകളിൽ സംഭവിക്കുന്നത് പോലെ തന്നെ ആ കസ്റ്റമറും ബാർബറുമായിട്ട് ഒരു കോൺവെർസേഷനിൽ ഏർപ്പെട്ടു. ആ കോൺവെർസേഷൻ ഇങ്ങനെ മുന്നേ പോയി അത് അവസാനം ദൈവത്തെക്കുറിച്ചുള്ള ഒരു കോൺവെർസേഷനായി. മുടി മുറിക്കാൻ ചെന്ന മനുഷ്യൻ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. നമ്മളൊക്കെ സാധാരണ എവിടെ ചെന്നാലും അല്പ സുവിശേഷമൊക്കെ പറയുന്നത് പോലെ അല്പ സുവിശേഷമൊക്കെ പറഞ്ഞു. എന്നാൽ ഈ ബാർബർ പറഞ്ഞു, ഞാൻ ദൈവമുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നില്ല. യേശുവിൽ വിശ്വസിക്കുന്നത് പോരാഞ്ഞിട്ട് ദൈവമുണ്ടെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, അതെന്നെ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങൾ ഈ ലോകത്തിലേക്ക് നോക്കിക്കേ, ഒത്തിരി കഷ്ടതകളല്ലേ, ആളുകൾ ഭാരപ്പെടുന്നതും പ്രയാസപ്പെടുന്നതും രോഗം വന്ന് മരിക്കുന്നതും ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ? ദൈവമുണ്ടെങ്കിൽ അങ്ങനെ ഇത്രയും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമോ എന്ന് ഈ ബാർബർ ഈ മുടി മുറിക്കപ്പെടുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് ചോദിച്ചു. താൻ അപ്പോൾ ഉത്തരം ഒന്നും പറഞ്ഞില്ല. ആ സമയം കൊണ്ട് മുടി മുറിച്ചു കഴിഞ്ഞു, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി പൈസ കൊടുത്ത് പുറത്തിറങ്ങുമ്പോൾ ബാർബർ ഷോപ്പിന്റെ ഫ്രണ്ടിൽ ഇതാ ഒരു മനുഷ്യൻ അനേക നാളുകളായിട്ട് മുടിയും മുറിക്കാതെ താടിയും മുറിക്കാതെ ജടയൊക്കെ പിടിച്ച് വല്ലാത്തൊരു രൂപത്തിൽ ഇരിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യൻ വീണ്ടും തിരികെ അകത്ത് പോയിട്ട് ബാർബറിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട്, നിങ്ങൾ ഈ മനുഷ്യനെ കണ്ടോന്ന് ചോദിച്ചു. അദ്ദേഹം എന്തുകൊണ്ടാണ് മുടി മുറിക്കാതിരിക്കുന്നത്, തലമുടി മുറിക്കാതിരിക്കുന്നത്, താടി മുറിക്കാതിരിക്കുന്നത്? അതിന്റെ അർത്ഥം ഈ ലോകത്തിൽ ബാർബർ ഇല്ല എന്നല്ലേ? നേരത്തെ നിങ്ങൾ ദൈവമില്ല എന്ന് പറഞ്ഞില്ലേ? ആളുകൾ കഷ്ടപ്പാടിലും വേദനയിലും ഒക്കെ ആയിരിക്കുന്നത് ദൈവം ഇല്ലാത്തത് കൊണ്ടാന്ന് പറഞ്ഞില്ലേ? ഈ മനുഷ്യൻ മുടി മുറിക്കാൻ കഴിയാതിരിക്കുന്നത് ബാർബർ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ബാർബർ പറഞ്ഞു, അയ്യോ അങ്ങനെയല്ല, ഈ മനുഷ്യൻ എന്റെ അടുക്കൽ വന്നിരുന്നുവെങ്കിൽ ഇതുപോലുള്ളൊരു അവസ്ഥ വരത്തില്ലായിരുന്നു, ജട പിടിക്കത്തില്ലായിരുന്നു, തലമുടി അഴുക്കാകത്തില്ലായിരുന്നു, ഇത്രത്തോളം ഇംബാലൻസ് ഇല്ലാതെ വളരത്തില്ലായിരുന്നു, അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആക്കി കൊടുക്കാമായിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞു, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥതയെ തരും, ഡിവൈൻ റെസ്റ്റ് തരുമെന്നുള്ളതാണ്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ലോകത്തിലെ ആയിരക്കണക്കിന് ആളുകൾ കഷ്ടതയും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്നത് അവർ സത്യ ഏക ദൈവമാകുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് വരാത്തത് കൊണ്ടാണ്. അതേ പ്രിയരെ, സത്യമല്ലേ? വർഷങ്ങൾക്ക് മുൻപേ, 36 വർഷങ്ങൾക്ക് മുൻപേ എൻ്റെ ഡാഡി, ഞങ്ങൾ ആന്ധ്രാപ്രദേശ് വിജയവാഡയിലായിരുന്നപ്പോൾ, മരണക്കിടക്കയിലായിരുന്നപ്പോൾ, ജീവിതത്തിലെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് തൻ്റെ mid-30s മരിക്കും എന്ന് ഉറപ്പായിരുന്ന ആ സമയത്താണ് ആദ്യമായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് യേശുവേ എന്ന് വിളിച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നത്. അന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ബ്രദർ DGS ദിനകരൻ്റെ ജീസസ് കോൾസ് പ്രയർ ടബിൽ നിന്നുള്ളൊരു പ്രാർത്ഥനയാണ് എൻ്റെ ഡാഡിയെ മരണക്കിടക്കയിൽ നിന്നും അത്ഭുതകരമായ സൗഖ്യത്തിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് 71 വയസ്സ് കഴിഞ്ഞും ജീവനോടെ അത്ഭുതകരമായി ഒരു ശുശ്രൂഷകനായിട്ട് ജീവിക്കുന്നത് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നതുകൊണ്ടാണ്. അതേ പ്രിയരെ, ഇന്ന് രാവിലെ കർത്താവ് നമ്മെ എല്ലാവരെയും വിളിക്കുന്നു, എൻ്റെ അടുക്കിലേക്ക് വാ, എൻ്റെ അരികത്തേക്ക് വാ. നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാമായിട്ട് നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വാ. നിങ്ങൾ ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ട ആളായിരിക്കാം, രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വാ. അതൊരു മതത്തിലേക്ക് വരുന്നതല്ല, അതൊരു ബന്ധത്തിലേക്ക് വരുന്നതാണ്, സ്നേഹബന്ധത്തിലേക്ക് വരുന്നതാണ്, അപ്പനും മകനും തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്ക് വരുന്നതാണ്. ഞാൻ വിശ്വസിക്കുന്നു, യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് ആരും നിരാശപ്പെട്ടു പോയില്ല. അവരുടെ പ്രയാസങ്ങളെ കർത്താവ് മാറ്റിക്കൊടുത്തു, അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കി, അവരെ അനുഗ്രഹിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീർത്തു. വിശ്വസിക്കാമോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നല്ല സുദിനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ അടുക്കിലേക്ക് വരുവാൻ, അല്പം കൂടെ അടുക്കുവാൻ, അല്പം കൂടെ ചേരുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ അടുക്കിലേക്ക് വരുന്ന ആരും ഒരു നാളും കർത്താവെ നിരാശപ്പെട്ടു പോകുകയില്ല. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ആരും ഒരു നാളും ലജ്ജിച്ചു പോയതുമില്ല. അവരുടെ മുഖം പ്രകാശിതമായി. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യണം. രോഗങ്ങളെ മാറ്റണം, പ്രയാസങ്ങളെ മാറ്റണം, കടഭാരം മാറ്റണം, ക്ഷീണം മാറ്റണം, നിരാശ മാറ്റണം. അങ്ങനെ ഞങ്ങളെ ബ്ലെസ് ചെയ്ത് മറ്റുള്ള
മറ്റുള്ളവർക്ക് ബ്ലെസ്സിങ് ആക്കി തീർക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്ന് യേശുവിനെ കുറിച്ച് ആദ്യമായിട്ട് ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ അവരും ഈ സ്നേഹമുള്ള യേശുവിന്റെ അടുക്കലേക്ക് വരട്ടെ. ആണിപ്പാടുള്ള 2 കരവും നീട്ടി സ്വീകരിക്കുന്ന യേശുവിന്റെ അടുക്കലേക്ക് വരട്ടെ. അവരുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you.